നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ടു പിണറായി. SNDP യോഗവും തൂക്കിയെറിഞ്ഞു നടേശനെ. നടേശൻ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് എന്നും കൂട്ടുനിന്നിട്ടുള്ളവരാണ് SNDP യോഗം. പക്ഷെ ഇനി അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയനും കൈവിടുന്ന സാഹചര്യമാണ്. അത്രത്തോളം എതിർപ്പുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന്. കാരണം പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്ന് കാറിൽ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം കരുതിയത് ഈ ലോകം മുഴുക്കെ പിണറായിക്ക് കീഴിലും ഒപ്പം വെള്ളാപ്പള്ളി നടേശന് കീഴിലുമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഒരു നിമിഷം കൊണ്ട് സകലതും വലിച്ചെറിയാൻ കഴിയുന്ന തരത്തിലേക്ക് പിണറായി വിജയനെ കൊണ്ടെത്തിച്ചത് LDF എന്ന് പറയപ്പെടുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇനി വെള്ളാപ്പള്ളി നടേശനെ ചുമക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് LDFിനുള്ളിൽ CPI ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് BDS എന്ന് പറയുന്ന പാർട്ടിയുള്ള ആ പാർട്ടിക്ക് UDFിലോ LDFിലോ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. UDF മുസ്ലിം ലീഗാണ് അതിന് തടസ്സവാദം ഉന്നയിക്കുന്നത്. ഇവിടെ CPI ആണ് LDFിൽ തടസ്സവാദം ഉന്നയിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെള്ളാപ്പള്ളിയുടെ ആ അപ്രമാദിത്വമൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടത്തിയ അദ്ദേഹത്തിന്റെ ആക്രോശമുണ്ടല്ലോ, അതോടുകൂടി തീർന്നു നിങ്ങളുടെ സാംസ്കാരിക ഔന്നിത്യം. അതുകൂടി മനസ്സിലാക്കുക. പക്ഷേ എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിനകത്ത് പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കച്ചങ്ങാതി അയാൾ അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെയോ സംഘടനയുടെയോ ന്യായമായ ഏതെങ്കിലും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ബൽറാം ചോദിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി നടക്കുന്ന മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 9.5 വർഷമായിട്ട് കേരളത്തിൽ അധികാര കസേരയിൽ ഉള്ളത് എന്നും ന്യായമായ ഏതെങ്കിലും ആവശ്യങ്ങൾ കാലയളവിനുള്ളിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നും എങ്കിൽ അതിനെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടത് സർക്കാരും CPIഎമ്മും മുഖ്യമന്ത്രിയാണ് എന്നും VT ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന സർക്കാരാണ് കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ അധികാരത്തിലുള്ളത് എന്ന്. വെള്ളാപ്പള്ളിയുടെ ഒക്കച്ചങ്ങാതിയായ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി നടക്കുന്ന മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്നത് എന്ന്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഏതെങ്കിലും ആൾക്കാർ ഈ കാലയളവിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ അതിനെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കണ്ടേ? സർക്കാരും CPIഎമ്മും മുഖ്യമന്ത്രിയും തന്നെയല്ലേ അത് വ്യക്തമാക്കേണ്ടത്? കേരളത്തിൽ വിവിധ സമുദായങ്ങൾക്കും സാമൂഹ്യ വിഭാഗങ്ങൾക്കും സർക്കാർ അനുവദിച്ചിട്ടുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളുടെ വിശദമായിട്ടുള്ള പട്ടിക പുറത്തുവിടേണ്ടതാണ്. ഇക്കാര്യത്തിൽ ജില്ല തിരിച്ചുള്ള പട്ടികയും പുറത്തു വരണം. ഏതെങ്കിലും വിഭാഗങ്ങൾക്കോ പ്രദേശങ്ങൾക്കോ ജനസംഖ്യ അനുപാതികമായിട്ട് സ്ഥാപനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം പ്രത്യേകം പരിഗണിച്ച് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിൽ സാമൂഹിക നീതിയും പ്രാദേശിക സന്തുലനവും ഉറപ്പുവരുത്തണം എന്നർത്ഥം. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത് ഏതെങ്കിലും പ്രദേശത്തിന്റെയോ ഏതെങ്കിലും ജനവിഭാഗങ്ങളുടെയോ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുവാനും സാമൂഹിക ഉന്നമനം ഉറപ്പുവരുത്തുവാനുമാണ് എന്നും കോഴ വാങ്ങി നിയമനം നടത്താൻ അല്ല എന്നും മാനേജ്മെന്റുകളും സംഘടനകളും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇല്ലാതെ ഏതിനും കൈക്കൂലി വാങ്ങി അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ സീറ്റിനാണെങ്കിലും അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള അധ്യാപകരുടെ സീറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും കോഴകൾ ലക്ഷങ്ങളായി എണ്ണി വാങ്ങാനുള്ളതല്ല ഇത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിയമനങ്ങളിലും പ്രവേശനങ്ങളിലും സുതാര്യതയും മെറിറ്റും നീതിയുമാകണം മാനദണ്ഡം. പണക്കൊഴുപ്പും സ്വാധീനവുമാകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണത്. അത് മനസ്സിലാക്കാൻ SNDPയുടെ നേതാവിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നിലവിൽ വെള്ളാപ്പള്ളിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഇക്കാര്യത്തിൽ മാതൃക കാട്ടാനായാൽ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കേരളീയർ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ വെള്ളാപ്പള്ളിക്ക് കഴിയുമോ? ഇങ്ങനെയാണ് ബൽറാം തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നതും ഇതേ അഴിമതി തന്നെയാണല്ലോ. അത് പ്രവേശനത്തിനാണെങ്കിലും ശരി, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമനങ്ങളിലാണെങ്കിലും ശരി, അതിനകത്ത് സുതാര്യത ഉണ്ടോ? സത്യത്തിൽ അത് സുതാര്യത ഉണ്ടാവേണ്ടതല്ലേ? മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാകണ്ടേ? നീതിയുക്തമാകണ്ടേ? ആ മാനദണ്ഡം എന്ന് പറയപ്പെടുന്ന അതായിരിക്കണ്ടേ? പകരം പണക്കൊഴുപ്പും സ്വാധീനവുമാണ് ഇതിനെല്ലാം സ്വാധീനിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അല്ല. ആ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള മാതൃക ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കേരളീയർ ഒപ്പം ഉണ്ടാകും, ഈ വെള്ളാപ്പള്ളിയുടെ കൂടെയോ വെള്ളാപ്പള്ളിയുടെ സ്ഥാപനങ്ങളുടെ കൂടെയോ. പക്ഷേ അത് ചെയ്യാൻ കെൽപ്പില്ലെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ ഇവരെ ചൊറിയാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഗുരുവിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കിയത് ഇടത് സർക്കാരാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നല്ലോ. ആ അവകാശവാദത്തിന് R ശങ്കരന്റെ ഭരണകാലയളവ് ചൂണ്ടിക്കാട്ടി മറുപടി നൽകേണ്ടത് അത്യാവശ്യമല്ലേ?
പക്ഷെ അത് കൃത്യമായിട്ട് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നൽകി കഴിഞ്ഞു. ഗുരുദേവന്റെ മഹത്തരമായിട്ടുള്ള വിദ്യാഭ്യാസ ദർശനങ്ങൾ മാറി മാറി വന്ന സർക്കാരുകൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നും അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്ത് സർക്കാരിന് മാത്രം അവകാശപ്പെടാനുള്ളതല്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം R ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമാണ്. 29 കോളേജുകൾ ഒറ്റയടിക്ക് അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നത് R ശങ്കറാണ്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ തുടക്കം കുറിക്കുവാനും പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ അത് സൗജന്യമാക്കിയതും ഉൾപ്പെടെ വിവിധ സർക്കാരുകൾ ഗുരുദേവ ദർശനത്തിന്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി പ്രവർത്തിച്ചവരാണ് എന്നാണ് KC വേണുഗോപാലിന്റെ വാദം. അപ്പോൾ ആ വാദത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കിയത് ഇടത് സർക്കാരാണ് എന്ന മുഖ്യമന്ത്രിയുടെ വാദം ഒടിഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ കല്ലുവെച്ച നുണ പറയാതിരിക്കുക. ഇന്നത്തെ യുവതലമുറ വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്തേക്ക് പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അവർക്ക് വിശ്വാസം നൽകുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറേണ്ടതുണ്ട്. ഈശ്വര ഭക്തിക്ക് ഗുരുദേവൻ എന്ന് പറയപ്പെടുന്ന അമിത പ്രാധാന്യം നൽകിയിരുന്നില്ല എന്ന പിണറായി വിജയന്റെ വാദഗതിയെയും KC വേണുഗോപാൽ അതേ വേദിയിൽ വെച്ച് ഖണ്ഡിച്ചു കളഞ്ഞു. അതായത് ഗുരു എന്ന് പറയുമ്പോൾ ഗുരു നിർദ്ദേശിച്ച 8 കാര്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് എന്നും മുൻഗണനാ അടിസ്ഥാനത്തിലല്ല ഈശ്വര ഭക്തിയെ ഗുരുദേവൻ മൂന്നാമതായി ചൂണ്ടിക്കാട്ടിയത് എന്നും അരുവിക്കര പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നത് സമാനതകളില്ലാത്ത സമാധാന വിപ്ലവമായിരുന്നു എന്നും പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അരുവിപ്പുറത്ത് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകൾ, ആ പ്രതിഷ്ഠകളടക്കമുള്ള കാര്യങ്ങളോട് ശ്രീനാരായണ ഗുരു ചെയ്ത ആ രീതികളെ ഒരിക്കലും അംഗീകരിക്കുവാനോ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനോ വെള്ളാപ്പള്ളിക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഈശ്വര വിശ്വാസത്തിന്റെ അവകാശം എല്ലാവർക്കും ഒരുപോലെ വേണ്ടതാണ് എന്ന് സ്ഥാപിക്കുകയായിരുന്നു ഗുരു. 1928 വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരുടെയും കിട്ടൻ റൈറ്ററോടും തീർത്ഥാടനത്തിന്റെ 8 ലക്ഷ്യങ്ങളെ കുറിച്ച് ഗുരു പറഞ്ഞപ്പോൾ അതിൽ ഈശ്വര വിശ്വാസത്തിനും തുല്യ പ്രാധാന്യമാണ് അദ്ദേഹം നൽകിയിരുന്നത് എന്നുള്ളതാണ്. അത് മറ്റു ലക്ഷ്യങ്ങളെക്കാൾ താഴെയല്ല എന്നുള്ള കാര്യം നമ്മളടക്കം ഓർമ്മിക്കേണ്ടതാണ് എന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഗുരു സന്ദേശം നടപ്പാക്കിയത് R ശങ്കർ അദ്ദേഹത്തിന്റെ സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഒറ്റയടിക്ക് അനുവദിച്ച് 29 കോളേജുകളാണ്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അടക്കം സാർവത്രികമാക്കുന്നതിന് തുടക്കം കുറിച്ച ഒരു സർക്കാരായിരുന്നു R ശങ്കറിന്റെ സർക്കാർ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഗുരുദേവന്റെ മഹത്തരമായിട്ടുള്ള വിദ്യാഭ്യാസ ദർശനങ്ങൾ മാറി മാറി വന്ന സർക്കാരുകൾ നടപ്പാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കോൺഗ്രസ് നൽകുമ്പോഴും ഇവിടുത്തെ സാമാന്യ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ യോഗം SNDP യോഗം അടക്കമുള്ള മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ഒന്നുകിൽ ഗുരുദേവൻ പറഞ്ഞ പാതയിലൂടെയോ സഞ്ചരിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് മനസ്സിലാക്കുകയാണ് SNDP യോഗത്തിലെ ഭൂരിപക്ഷം വരുന്ന വിഭാഗക്കാരും. അതുകൊണ്ട് തന്നെ അവരും ഇയാളെ തൂക്കി പുറത്തെറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയൊരു തിരഞ്ഞെടുപ്പോ ഇനിയൊരു യോഗത്തിനെ പിടിച്ചടക്കുവാനുള്ള ശ്രമമോ നടത്തിയാൽ പോലും വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്ന വലിയൊരു വിഭാഗം അതിനകത്ത് ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ പിണറായി വിജയനും ഈ വർഗീയത ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വാദങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട വലിയ തിരിച്ചടി എന്ന് പറയപ്പെടുന്നതിന് ഒരു കാരണം വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഈ ഒക്കച്ചങ്ങാത്തമാണ് എന്ന് CPI അടക്കം പറയുന്ന സാഹചര്യത്തിൽ പരാജയത്തിന്റെ പാപഭാരം പേറേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിജയൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയന് വെള്ളാപ്പള്ളി നടേശനെ കൈയൊഴിയാതെ മറ്റു തരമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി മുട്ടാൻ വാതിലുകളൊന്നുമില്ല ശ്രീ വെള്ളാപ്പള്ളി നടേശന്. മടങ്ങാൻ വീണ്ടും താങ്കൾക്ക് ആ പഴയ ലാവണത്തിലേക്ക്. ഇനി എവിടെയാണ് ചെല്ലേണ്ടത് എന്ന് അറിയാതെ നിൽക്കുന്ന താങ്കൾക്ക് NDAയിൽ തന്നെ അല്ലെങ്കിൽ BJPയിൽ തന്നെ ഒരിടം ഉണ്ടാകില്ല. UDF നിങ്ങളെ സ്വീകരിക്കില്ല. മാത്രമല്ല LDFിനുള്ളിൽ നിങ്ങൾക്കൊരിടവും ഉണ്ടാകാൻ പോകുന്നില്ല.